171ാമത് ശ്രീനാരായണ ഗുരുദേവ ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി ശിവഗിരിയിൽ പുലർച്ചെ മുതൽ പർണശാല, ശാരദാമഠം, മഹാസമാധി എന്നിവിടങ്ങളിൽ വിശേഷാൽ ആരാധന ആരംഭിച്ചു. രാവിലെ 7-ന് ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ ധർമ്മപതാക ഉയർത്തി. ബോധാനന്ദ സ്വാമി സമാധി ദിനം വരെ നീണ്ടുനിൽക്കുന്ന ജപയജ്ഞത്തിന് ധർമ്മസംഘം മുൻ ട്രഷറർ സ്വാമി പരാനന്ദ ദീപം തെളിയിച്ചു. അല്പസമയത്തിനകം തിരുജയന്തി സമ്മേളനം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഉദ്ഘാടനം ചെയ്യും. ഡാൻ കുര്യൻ വിവരങ്ങളുമായി ചേരുന്നു. ഡാൻ, വലിയ ആഘോഷമാണ് ശിവഗിരിയിൽ എന്നറിയുന്നു. എന്തൊക്കെയാണ് അവിടുത്തെ ഏത് സമയക്രമമൊക്കെ എങ്ങനെയാണ്? ശ്രുതി നേരത്തെ സൂചിപ്പിച്ച പോലെ അല്പസമയത്തിനകം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ആയിരിക്കും ഇവിടെ നടക്കുന്ന ശിവഗിരിയിൽ നടക്കുന്ന പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യുക. നമ്മളിപ്പോൾ ഉള്ളത് ഗുരുവിന്റെ ജന്മഗൃഹമായ വയൽവാരം വീടിന് മുമ്പിലാണ്. ഇവിടേക്കും നിരവധി ഭക്തജനങ്ങളാണ് രാവിലെ മുതൽ അദ്ദേഹത്തിന്റെ ജയന്തി ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് ഗുരുപൂജയ്ക്കും മറ്റുമായി എത്തിക്കൊണ്ടിരിക്കുന്നത്. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാർ അടക്കം ഇവിടേക്ക് എത്തുന്നുണ്ട്. ഇന്ന് വൈകുന്നേരം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇവിടെ നടക്കുന്ന പൊതുസമ്മേളനം, ചെമ്പഴന്തിയിൽ നടക്കുന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. എന്തായാലും ശിവഗിരിയിലും അതോടൊപ്പം തന്നെ ചെമ്പഴന്തിയിലും പ്രത്യേകമായ ആഘോഷ പരിപാടികൾ ഈ ജയന്തിയുമായി ബന്ധപ്പെട്ട് ഇന്ന് നടക്കുന്നുണ്ട്. പ്രത്യേക വാഹന ക്രമീകരണങ്ങൾ ചെമ്പഴന്തിയിലേക്ക് എത്തുന്നതിന് വേണ്ടി ശിവഗിരിയിൽ നിന്നടക്കം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ ചെമ്പഴന്തിയിൽ പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം നൂറുകണക്കിന് ഭക്തർ ഇവിടേക്ക് എത്തുന്ന ഒരു സാഹചര്യത്തിൽ ഗതാഗത ക്രമീകരണങ്ങൾ ഉൾപ്പെടെ കൃത്യമായി ഉറപ്പുവരുത്തുന്നതിന് പോലീസ് ഉൾപ്പെടെ ശ്രീകാര്യം, കഴക്കൂട്ടം, കാട്ടായിക്കോണം ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഗതാഗത ക്രമീകരണങ്ങളൊക്കെ പൂർത്തിയാക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു ഗുരുദേവ ജയന്തി 171ാം വർഷത്തിലേക്ക് കടക്കുന്നതിന്റെ ഒരു ആഘോഷങ്ങൾ അത് വിപുലമായി തന്നെയാണ് ശിവഗിരിയിലും ചെമ്പഴന്തിയിലുമൊക്കെ ഒരുപോലെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ശിവഗിരിയിൽ അല്പസമയത്തിനകം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ അർലേക്കർ വിശ്വാസികളെ അഭിസംബോധന ചെയ്യും. ശരി.